ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാഗുകളിലൊക്കെ സ്കൂൾ ബാഗിലൊക്കെ ഉണ്ടാകുന്ന കരിമ്പനും അതുപോലെ തന്നെ മഷിക്കറയും ഒക്കെ തന്നെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഈ ബാഗിനെന്ന് വിചാരിക്കും. പക്ഷേ ഞാനോരോ പാർട്ടായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിലെവിടെയൊക്കെയാണ് കരിമ്പനുള്ളത് മഷിക്കറയുള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഞാനിത് ഈ ഒരു ടിപ്പ് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. എനിക്ക് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. പക്ഷേ ഇത് എനിക്ക് വർക്കിംഗ് ആയിട്ടോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ടിപ്സൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ ചാനൽ. അപ്പോൾ നോക്കുക, പെൻസിലിൻ്റെയും പേനിൻ്റെയും മഷിക്കറയും ഒരു ലെഫ്റ്റ് സൈഡായിട്ട് നെയിം എഴുതിയിട്ടുണ്ട്. കറുത്ത മഷി കൊണ്ട് എഴുതിയിട്ടുള്ള നെയിമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിക്കോളുക നിങ്ങൾ. അവസാനം നിങ്ങൾക്കിത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു ബാഗായിരുന്നോ എന്ന് തോന്നും. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഒന്ന് നോക്കുക കേട്ടോ. സൈഡ് പൊടി പിടിച്ചതിൻ്റെ പൂപ്പലാണോ എന്നറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണത് ഉണ്ടാക്കിയെടുക്കുക ഈ സൊല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ ആദ്യം ഒരു സ്പൂണ് ബ്ലീച്ചിങ് പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ക്ലോറിൻ എന്ന് പറയില്ലേ, ബ്ലീച്ചിങ് പൗഡറാണ്. കൂടുതൽ കരിമ്പനും അതുപോലെ തന്നെ കറയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു രൂപയുടെ ക്ലിനിക് പ്ലസ് ഷാമ്പു ആണ്. അത് മുഴുവൻ പിഴിഞ്ഞ് ഇതിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു നാരങ്ങയാണ്. ഇപ്പോൾ ഒരു നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇച്ചിരി വാടിയിട്ടുള്ള നാരങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിലൊക്കെ വാടി കിടക്കുന്ന നാരങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതാണെങ്കിലും ഒരു നാരങ്ങ ഫുള്ളും ഞാനിതിലോട്ട് നാരങ്ങ നീര് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. കുരുവൊക്കെ പെടുന്നുണ്ട് കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. അത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുഴുവനും ആയിട്ട് ഇതിൽ പിഴിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു 2-3 ടേബിൾ സ്പൂണോളം നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഡിറ്റർജൻറ്റിൻ്റെ ലിക്വിഡാണ്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഷ് വാഷ് ആണെങ്കിലും അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2-3 കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വീടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വർഷം ബാഗ് വാങ്ങുകയെന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഈ ജൂൺ മാസം പൊതുവെ പെൻസിൽ മുതൽ റെയിൻകോട്ട് വരെ വാങ്ങേണ്ട ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം, നമ്മൾ ബാഗ് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് പിടിക്കുന്നത്. ഞാൻ ഡിറ്റർജൻറ്റ് ലിക്വിഡ് ആക്കിയതുകൊണ്ടാണ് കേട്ടോ ഇത് പതഞ്ഞ് വന്നിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ബ്ലീച്ചിങ് പൗഡർ അഥവാ ക്ലോറിൻ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ എനിക്കൊരു സ്റ്റീലിൻ്റെ ഒരു പൈപ്പ് കിട്ടി. അപ്പം അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് ഇളക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, കാരണം ക്ലോറിൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നന്നായിട്ട് ഇളക്കിയ ഒരു വെള്ളത്തിലോട്ട് ഈ ഒരു ബാഗ് ഇതുപോലെ മുക്കി വയ്ക്കുക കേട്ടോ. ഇതാണ് എൻ്റെ ബാഗ്. ഒരിക്കൽ കൂടെ നോക്കിക്കോളൂ, നല്ല അഴുക്കുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഫുള്ളായിട്ട് ഇതിലോട്ട് മുക്കി കൊടുക്കാനാണ് പോകുന്നത് കേട്ടോ. മൊത്തം അഴുക്കാണ് ഇതിൽ, നല്ല കറയുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ വെള്ളമൊക്കെ ചിന്തിയിട്ട് ആ സൈഡിലൊക്കെ താഴ്ഭാഗത്തൊക്കെ നല്ല കരിമ്പനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് മുക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു 2 മണിക്കൂറോളം ഞാൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. നല്ല കരിമ്പനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എന്തായാലും 2 മണിക്കൂറിൽ കൂടുതൽ വെക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മുക്കി വയ്ക്കും. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കമഴ്ത്തിയും കൂടെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ, ഞാൻ 2 മണിക്കൂർ വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞതും തിരിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും വെയിറ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ അഴുക്കുകളൊക്കെ അത്യാവശ്യം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല അഴുക്കുണ്ട് കേട്ടോ അതിൽ. ഏകദേശം ഞാൻ കഴുകി എടുത്തിട്ടുള്ളതാണ്. അഴുക്കൊക്കെ 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ട് കഴുകിയിട്ടുള്ളതാണ്. നനവോട് കൂടിയിട്ടുള്ള ഈ ബാഗ് കാണുമ്പോഴാണ് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഉണങ്ങിയിട്ട് ഉള്ളതാണ്. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന ആ നെയിമൊന്നും, കറുത്ത മഷി കൊണ്ടുള്ള നെയിമൊന്നും കാണാനേ ഇല്ല കേട്ടോ. പിന്നെ അത് താഴ്ഭാഗത്ത് നിങ്ങൾ സൂം ചെയ്ത് നോക്കിക്കോളും. അവിടെ ആ കരിമ്പൻ ഉണ്ടായിരുന്നൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. ആ